வீட்டு வாசல் வழி காதல் நடந்து வரும் என்று காத்து கிடந்தேன். அது வானில் பறந்து வந்து கூரை திறந்து வரும் என்று தெளிந்தேன். தாவி வந்து என்னை அழைத்த போது எந்த சல்லி வேர்கள் அருந்தேன். சாவி நிலை வரை சென்று மீண்டும் இன்று 2 ஜென்மம் அடைந்தேன். ദേവേട്ടാ കുഞ്ഞു தேடு வெக்கத்தை அணைப்பினாதிக்கத்தால் வெளியேற்று அச்சத்தை துடிக்கும் உதடு கொண்டு தொடை தேடு வெக்கத்தை அணைப்பினாதிக்கத்தால் வெளியேற்று அச்சத்தை சுகமாய் சுகமாய் கொள்ளையிடு என் உயிரை மட்டும் விட்டுவிடு. சட்டென நனைந்தது நெஞ்சம் சக்கரையானது கண்ணீர். இன்பம் இன்பம் ஒரு துன்பம் துன்பம் எத்தனை பேரின்பம். சட்டென நனைந்தது நெஞ்சம் சக்கரையானது கண்ணீர். இன்பம் இன்பம் ஒரு துன்பம் துன்பம் எத்தனை பேரின்பம். மனசுக்குள் மல்லிகை தூரல் என் உயிருக்குள் மெல்லிய கீரல். சுகமாய் 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 கொள்ளையிடு என் உயிரை மட்டும் விட்டுவிடு. சட்டென நனைந்தது நெஞ்சம். അത് വേറെ ആരുമല്ല, മഹിക്ക് വേണ്ടിയാ, വേറെ എങ്ങോട്ടും അല്ലല്ലോ. ഞങ്ങളുടെ കുഞ്ഞല്ലേ അവള്. വേറെ ഒരു വീടിനേക്കാൾ നല്ലത് മഹിക്ക് അവളെ തന്നൂടെ? ഏട്ടാ, എനിക്കൊരു 100 വട്ട സമ്മതം. പക്ഷേ കുട്ടികളോടൊന്ന് പറയണ്ടേ? ഈ ആഴ്ച അവർക്ക് സെം എക്സാം തുടങ്ങുമല്ലേ, അത് കഴിയട്ടെ. ദേവന് എതിർപ്പൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ 3 ആഴ്ചകൾ കടന്നുപോയി. ഇരുവരുടെയും സെമസ്റ്റർ എക്സാമുകൾക്ക് ശേഷം ഒരു ദിവസം. ഇതിപ്പോൾ ആരുടെ ഫോണാണ് അടിക്കുന്നത്? ദേവേട്ടൻ്റെ ആണോ? ദേവേട്ടൻ അവിടെ? എന്തായാലും അറ്റൻഡ് ചെയ്യാം. ഡാ മഹി, എന്തായി? ആദിത്യനെയും അവൾ റിക്കവർ ആവുന്നുണ്ടോ? ശ്രദ്ധിക്കണം. അവളും അവനും തമ്മിൽ പിരിയാൻ കാരണം നീയാണെന്ന് അവൾ അറിഞ്ഞാൽ നീ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിരിക്കും സംഭവിക്കുന്നത്. എന്താ പറഞ്ഞേ? ഭദ്ര, ഞാൻ അത് ദേവേട്ടാ. എന്താ കുഞ്ഞു? വിളിക്കരുത് എന്നെ അങ്ങനെ. നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല. നിങ്ങളാണോ ഞാനും അച്ചുവേട്ടനും തമ്മിൽ പിരിയാൻ കാരണം? നിന്നോടാരാ ഈ പൊട്ടത്തരമൊക്കെ പറഞ്ഞു തന്നെ? അതെ, പൊട്ടത്തരം. നിങ്ങൾക്ക് എല്ലാവരെയും പൊട്ടം കളിപ്പിക്കാൻ നന്നായിട്ടറിയാം. എന്നെ ഇത്രയും നാൾ പറഞ്ഞ് പറ്റിച്ചില്ലേ, അതുപോലെ. എങ്കിൽ കേട്ടോ, നിങ്ങളുടെ കൂട്ടുകാരൻ നിഖില തന്നെ. നിങ്ങൾക്ക് വന്ന് കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് എനിക്കെല്ലാം അറിയാൻ പറ്റി. പറ, എന്തിനാ എന്നോടിങ്ങനെ ചെയ്തേ? ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ഞാൻ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. ഒന്നും ഇത്രയും വരെ എത്തിക്കണമെന്ന് കരുതിയതല്ല. അറിയാതെയോ? ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയതൊന്നും അറിയാതെയാണോ? എനിക്ക് അറപ്പാ, വെറുപ്പാ നിങ്ങളെ. കുഞ്ഞു, ഞാൻ എൻ്റെ അച്ചുവേട്ടനെ എന്തെല്ലാം പറഞ്ഞു. പാവം, എത്രത്തോളം നീറി പുകയുന്നുണ്ടാവും. നിങ്ങളിങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കൊല്ലേണ്ടി വരില്ലായിരുന്നു. നിങ്ങളാ എൻ്റെ കുഞ്ഞിനെയും കൊന്നത്. എന്നെ ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കാതെ ഒന്ന് കൊന്നതാ. കുഞ്ഞു പ്ലീസ് മോളെ, എനിക്കറിയാം നിനക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റില്ലെന്ന്. പക്ഷെ നീ ഇങ്ങനൊന്നും പറയല്ലേ. പിള്ളേരെ, ഒന്ന് താഴേക്ക് വന്നേ. ഞങ്ങൾക്ക് 3 പേർക്കും കുറച്ച് സംസാരിക്കാനുണ്ട്. ബാക്കി മറുപടി ഞാൻ താഴെ പോയി വന്നിട്ട് തരാം. എന്താ അച്ഛ സംസാരിക്കാനുള്ള? അത് കുറച്ച് നാൾ മുന്നേ അമ്പിളി ഭദ്രമോളുടെ ജാതകം ഒന്ന് നമ്മുടെ കുടുംബ ജോത്സ്യനെ കൊണ്ട് നോക്കിച്ചായിരുന്നു. 24 വയസ്സിൽ കല്യാണയോഗം ഉണ്ടെങ്കിലും 21 വയസ്സിനകം ചില ദോഷങ്ങൾ കാരണം കല്യാണം നടത്തേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ നോക്കിയിട്ട് മോളെ വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നതിനേക്കാളും നല്ലത് മഹിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാലോ എന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അത് നടക്കില്ല രവിയച്ച. ഞാനിതുവരെ ദേവേട്ടനെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇടിപിടിയെന്ന് വേണമെന്ന് പറഞ്ഞില്ലല്ലോ. 21 വയസ്സ് വരെ സമയമില്ലേ? നിനക്കിപ്പോൾ 19 തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പരസ്പരം സാവധാനം മനസ്സിലാക്കി കല്യാണം കഴിച്ചാൽ മതി. നിന്നെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്നതിനേക്കാളും നല്ലതല്ലേ മോളെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുന്നത്? അതോ ഇനി നിനക്ക് ഞങ്ങളുടെ കൂടെ ആജീവനാന്തകാലം മൊത്തം നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ? എന്താ രവിയേച്ച ഈ പറയുന്നേ? അങ്ങനൊന്നും ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല.
എനിക്ക് ദേവേട്ടനെ അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ടാ. പ്ലീസ് മനസ്സിലാക്ക്. നീ എടുപിടിയിൽ ഇങ്ങനെ ഒന്നും തീരുമാനിക്കാതെ. ഇനിയും സമയമുണ്ടല്ലോ. സാവകാശം ആലോചിച്ച് പറഞ്ഞാൽ മതി. എന്ന് വെച്ച് അതോർത്ത് പഠിത്തം കുഴപ്പണ്ട. മോൾക്ക് ആവശ്യമുള്ള സമയം എടുത്തോ. ഇനിയും 2 വർഷം നമ്മുടെ മുന്നിൽ നീണ്ടു നിവർന്ന് കിടക്കുക. മനസ്സിലായോ? അത് രവിയച്ച, മോളിനി ഒന്നും പറയണ്ട. നിനക്കോ മഹി, എന്താ നിന്റെ അഭിപ്രായം? ഭദ്രയെ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതക്കേടൊന്നുമില്ല. പക്ഷേ അതിനവളുടെ പൂർണ്ണ സമ്മതം ഉണ്ടായിരിക്കണം. പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ അവളെ വിവാഹം കഴിക്കാം. കേട്ടോ, ഇപ്പോൾ അന്തിമ തീരുമാനം നിൻ്റേതാണ്. നീ ആവശ്യത്തിന് സമയം എടുത്തോ മോളെ. ഇപ്പോൾ മോള് തൽക്കാലം മുറിയിലേക്ക് ചെല്ല്. മിസ്റ്റർ മഹാദേവ് ഒന്ന് നിന്നേ. എന്താ ഉദ്ദേശം? എന്ത് തീരുമാനിച്ചിട്ടാ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് താൻ താഴെ പറഞ്ഞേ? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. വെറുതെ മനക്കോട്ട കെട്ടണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കെട്ടുന്ന താലിയും തൂക്കുകയറും ഒരുപോലെയാ. ശോഭാമേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. മഹിയുടെ സ്വഭാവം നിനക്കും തുടങ്ങിയോ? സൺഡേ വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥ? അതല്ല ശോഭാമേ, ഒരു ഫ്രണ്ടിനെ കാണാനാ. പെട്ടെന്ന് വരാം. ശരി. ഭദ്രയ്ക്ക് എന്താ എന്നോട് പറയാനുള്ളത്? എന്താ അച്ചുവേട്ടൻ എന്നെ വിളിച്ച്? എന്നെ കുഞ്ഞുമണി എന്നല്ലേ വിളിക്കാറ്? താൻ കാര്യം പറ. എനിക്കല്പം ധൃതിയുണ്ട്. അച്ചുവേട്ടാ സോറി. അന്ന് നടന്നതൊക്കെ ദേവേട്ടൻ്റെ പ്ലാൻ. എനിക്കറിയാം. ഡോണ എന്നോടെല്ലാം പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഒരുമിച്ചാ. ഒന്നുമില്ലെങ്കിലും അവൾ എന്നെ കിട്ടാൻ വേണ്ടിയല്ലേ അന്ന് ഇങ്ങനെയൊക്കെ ചെയ്തേ. അച്ചുവേട്ടാ. അതെ ഭദ്ര, ഞാൻ ഇപ്പോഴത്തെ ലൈഫ് ഹാപ്പിയാണ്. ഡോണയാണ് എൻ്റെ സങ്കല്പത്തിന് ചേർന്ന പെൺകുട്ടി. താൻ എനിക്ക് വേണ്ടി ഒതുങ്ങിക്കൂടി കഴിയേണ്ട ആളല്ല. എനിക്ക് തൻ്റെ കഴിവുകൾ സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സുമില്ല. പക്ഷേ ഇതെല്ലാം മഹാദേവിനുണ്ട്. അയാളാണ് തനിക്ക് ചേർന്ന പാർട്ട്ണർ. നമ്മൾ തമ്മിൽ ഓൺലൈനായിട്ട് കണ്ടറിഞ്ഞ് നിന്നെക്കുറിച്ച് നീ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എനിക്കറിയൂ. നീ എന്താണെന്ന് ഒരിക്കൽ പോലും ഞാൻ മനസ്സുകൊണ്ട് അറിയാൻ ശ്രമിച്ചിട്ടില്ല. വാക്കുകൾ കൊണ്ട് തീർത്ത പ്രണയത്തിൻ്റെ മായാലോകത്ത് നിന്നെ ഞാൻ തളച്ചിടുമ്പോൾ നീ നിൻ്റെ ആഗ്രഹങ്ങളെപ്പറ്റി പറഞ്ഞത് ഞാൻ വകവെച്ചിട്ടുമില്ല. പക്ഷേ നിൻ്റെ ദേവേട്ടൻ അങ്ങനെയല്ല. നിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും നീ അവനെ അകറ്റി നിർത്തിയിട്ടും അവൻ അറിയുന്നുണ്ടായിരുന്നു. നീ എന്താണെന്നറിയാം. നിൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്നറിയാം. നിൻ്റെ ആഗ്രഹങ്ങളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അവൻ അവൻ്റെ അച്ഛൻ വഴി നിൻ്റെ അമ്മയെ അറിയിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ സഹോദര സ്നേഹം കൊണ്ടല്ല, മുറപ്പെണ്ണായ നിന്നോടുള്ള അടങ്ങാത്ത പ്രണയം കൊണ്ടാണ്. ഡോണയിൽ നിന്ന് ഇതൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് മഹിയോട് വല്ലാത്ത റെസ്പെക്റ്റ് തോന്നി. നീ ആഗ്രഹിക്കുന്ന പോലെ നിന്നെ പ്രണയിക്കാൻ അവന് മാത്രമേ കഴിയൂ. തെറ്റ് ചെയ്ത ആൾ മാപ്പ് അർഹിക്കുന്നുണ്ട്. അവനൊരു സെക്കൻഡ് ചാൻസ് കൂടെ കൊടുക്കുക. നീ ഇപ്പോൾ നിൻ്റെ മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്, നിനക്ക് എന്നോട് ആ പഴയ സ്നേഹം ഉണ്ടോയെന്ന്. ഒരിക്കലുമില്ല. അതെന്നേ നിൻ്റെ മനസ്സിൽ നിന്ന് പറിച്ചെറിയപ്പെട്ട് കഴിഞ്ഞു. നിൻ്റെ മനസ്സിൽ എന്നോടിപ്പോൾ സഹതാപമാണ്. നീ കാരണം ഞാൻ വേദനിക്കേണ്ടി വന്നല്ലോ എന്ന സഹതാപം, അല്ലാതെ മറ്റൊന്നുമില്ല. നീ അംഗീകരിക്കേണ്ട സത്യമുണ്ട്. മഹാദേവ്, അവനാണ് നിൻ്റെ പ്രണയം. അവനെ മനസ്സിലാക്ക്. അവനോട് ക്ഷമിക്കുക. നിനക്കെന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഒരു നല്ല സുഹൃത്തായി നിന്നോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാവും. ദൈവമേ, ചെകുത്താനും കടലിനും നടുക്കുവിട്ട അവസ്ഥയായല്ലോ. ഞാൻ ആരെ തിരഞ്ഞെടുക്കും? എൻ്റെ മനസാക്ഷി പറയുന്നത് കേൾക്കണോ, അതോ ബുദ്ധി പറയുന്നത് കേൾക്കണോ? ആത്മാർത്ഥ പ്രണയം എന്നപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചതൊക്കെ വെറും കാമത്തിന് വേണ്ടി മാത്രമായിരുന്നു എന്നോട്. അപ്പോൾ അന്നെൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞത് അതെല്ലാം നാടകമായിരുന്നല്ലേ? കുഞ്ഞു, ഒരാഴ്ചയായി നീ എന്നോട് മിണ്ടിയിട്ട്. എന്തിന്? എൻ്റെ മുഖത്തോട്ട് പോലും നോക്കിയിട്ട്. വീട്ടിലാരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നീ ഒഴിഞ്ഞു മാറി നടക്കും. എനിക്ക് പറ്റുന്നില്ല മോളെ. നിനക്കൊരിക്കലും എന്നോട് ക്ഷമിക്കാൻ പറ്റില്ലേ? എനിക്കറിയാം, ഒരു വലിയ തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്തത്. പക്ഷെ എന്തിനു വേണ്ടി? എല്ലാം നിനക്ക് വേണ്ടിയായിരുന്നില്ലേ? നീ ഒരിക്കലും അവൻ്റെ മക്കൾ സുരക്ഷിതമല്ലെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ വിട്ടുകൊടുത്തേനെ. നിങ്ങളുടെ കാര്യം അറിഞ്ഞപ്പോഴേ ഞാൻ അവനെപ്പറ്റി നന്നായി അന്വേഷിച്ചു. നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം അവനിൽ നിന്ന് കിട്ടില്ല കുഞ്ഞു. അത് തരാൻ ഒരിക്കലും അവനെ കൊണ്ടാവില്ല. നിന്റെ ആഗ്രഹങ്ങൾക്കൊക്കെ ചങ്ങലയിട്ട് തളർത്തിയിടുന്നില്ലേ അവനും അവൻ്റെ വീട്ടുകാരും. അവന് നിന്നോടുള്ള പ്രണയം വാക്കുകളിലൂടെ മാത്രമേ ഉള്ളൂ. ഒരിക്കലും അവൻ നിന്നെ മനസ്സുകൊണ്ട് പ്രണയിച്ചിട്ടില്ല കുഞ്ഞു. നീ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യവും നിന്റെ കഴിവുകൾക്ക് പ്രോത്സാഹനവും
ഒന്നും അവനെ കൊണ്ട് തരാൻ പറ്റില്ല. അവൻ നിന്റെ കാര്യത്തിൽ കെയർലെസ് ആയതുകൊണ്ടല്ലേ നിന്റെ ശരീരം സ്വന്തമാക്കിയപ്പോൾ ഒരു ഉറപ്പം തരാഞ്ഞത്, പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാഞ്ഞത്. അവനിതൊക്കെ അറിയാഞ്ഞിട്ടാണോ? അല്ല, നിന്റെ കാര്യത്തിൽ അത്ര കെയർലെസ് ആയതുകൊണ്ടാ, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ടാ. ഞാനല്ല കുഞ്ഞു, നിന്റെ കുഞ്ഞു മരിക്കാൻ കാരണം. അവൻ നിന്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നെങ്കിൽ ആ കുഞ്ഞു ജീവൻ ഉണ്ടാവുക പോലും ഇല്ലായിരുന്നു. എനിക്ക് വയ്യ മോളെ. എനിക്ക് അറിയില്ല നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. നിന്നോടുള്ള സ്നേഹം കൊണ്ടാടി. ഓർമ്മ വെച്ച് നാളെ മുതൽ മനസ്സിൽ കൊണ്ടിട്ട് നടക്കാൻ തുടങ്ങിയതാ ഞാൻ നിന്നെ. അവൻ ഏറ്റവും വലുത് അവന്റെ കൂട്ടുകാരും അവനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഫാമിലി ഉൾപ്പെടെയുള്ള ബാക്കിയുള്ളവരുമാ. നീ അതിലില്ല. അവന് ഈ ശരീരം സ്വന്തമാക്കാനുള്ള ഒരു വസ്തു മാത്രമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പാർക്കിലും ബീച്ചിലും കൊണ്ടുപോയി നടക്കാനുള്ള വെറും ഒരു കളിപ്പാവ. അവൻ ഈ വാക്കുകളിലൂടെ തരുന്ന സ്നേഹം അതിനൊരു വിലയില്ല കുഞ്ഞു. നീ എന്നെ എന്നും മനസ്സിലാക്കൂ. ഇനി കുഞ്ഞു, നിനക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റില്ല മോളെ. എനിക്കൊക്കെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഒരേ സവരിയാ, ഒരേ സവരിയാ, ഒരേ സവരിയാ. ഒരേ സവരിയാ, ഒരേ സവരിയാ, ഒരേ സവരിയാ. ഈ മഴമേഘം വിടവാങ്ങി എൻ പ്രിയരാഗം ശ്രുതി തേങ്ങി എൻ വിളി കേൾക്കാതെ എൻ വിരലറിയാതെ നീ എന്നകലെ ഞാനോ തനിയേ. ഈ മഴയിൽ ഞാൻ തനിയേ. ഒരേ സവരിയാ, ഒരേ സവരിയാ, ഒരേ സവരിയാ. ഒരേ സവരിയാ, ഒരേ സവരിയാ. മോളെ, വാ ചായ കുടിക്കാം. വേണ്ട ശോഭാമ്മേ, എനിക്ക് നല്ല തലവേദന. ഞാൻ ഒന്ന് കിടക്കട്ടെ. മരുന്ന് വല്ലതും വേണോ? വേണ്ട, എനിക്കൊന്ന് കിടന്നാൽ മതി. കുട്ടി ഡോക്ടറിന് തലവേദനയാണെന്ന് കേട്ടു. എന്തു പറ്റി? ഒന്നുമില്ല ചേച്ചി, എന്താണെന്നറിയില്ല. ഈ തലവേദനയുടെ കാര്യമാണോ മഹാദേവ്? ചേച്ചി പ്ലീസ്. മോളെ, ഞാൻ നിന്നെ പറഞ്ഞ് കുത്തി നോവിക്കാൻ വന്നതല്ല. നിങ്ങളുടെ കാര്യമൊക്കെ എനിക്കറിയാം. നിൻ്റെ ജീവിതത്തിൽ നടന്നതും മഹിക്ക് നിന്നോടുള്ള പ്രണയവും അവൻ നിൻ്റെ ലൈഫിൽ ചെയ്തതും എല്ലാം. അവനിതൊക്കെ ചെയ്തത് നിനക്ക് വേണ്ടിയാ, നിനക്ക് വേണ്ടി മാത്രം. ആദിത്യന് നിന്നോടുള്ള പ്രണയം സത്യമല്ലെന്ന് അവന് മനസ്സിലായതുകൊണ്ടാണ് നിങ്ങളെ തമ്മിൽ പിരിക്കാൻ അവൻ തീരുമാനിച്ചത്. നിങ്ങളുടെ റിലേഷനെ പറ്റി അറിഞ്ഞതിന് ശേഷം മഹി ആദിത്യനെ പറ്റി ശരിക്കും അന്വേഷിച്ചിരുന്നു. നീ അവൻ്റെ കൂടെ ഒരിക്കലും ഹാപ്പി ആവില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അവൻ നിങ്ങളെ തമ്മിൽ പിരിക്കാൻ തീരുമാനിച്ചത്. ഇതിനെല്ലാം ഞാൻ ദൃസാക്ഷിയാണ്. ഞാനും ദേവും ഇപ്പോൾ ഒരുമിക്കാൻ കാരണം തന്നെ അവനായിരുന്നു ഞങ്ങളുടെ ഇടയിലെ ഹംസം. എന്നെ വീട്ടിൽ നിന്ന് ചാടിക്കാനൊക്കെ മുൻകൈ എടുത്തുന്നത് അവനാ. പാവടാ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. അപ്പം നീ ചോദിക്കും, നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിൻ്റെ പ്രണയത്തെ വേർപെടുത്തുമായിരുന്നോ വേണ്ടതെന്ന്? നീ നിന്നോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. നീ ആദിത്യനോടൊപ്പം ഹാപ്പി ആയിരുന്നോ? നിൻ്റെ എത്ര ആഗ്രഹങ്ങളെ അവൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പറ. അവനതൊക്കെ ചെവിക്കൊണ്ടിട്ടെങ്കിലും ഉണ്ടോ? നിന്നെ എപ്പോഴെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നീ ഒന്ന് സപ്പോസ് ചെയ്യുക, നീ ആദിത്യനെ കല്യാണം കഴിച്ചാൽ നീ ഏറെ സ്നേഹിക്കുന്ന ചില കാര്യങ്ങൾ നിനക്ക് വിട്ടുകളയേണ്ടി വരില്ലേ? അവനുമായിട്ട് റിലേഷനിലായതിനു ശേഷം നീ പിന്നെ ഡാൻസ് ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്?
അച്ചുവേട്ടന് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. മറ്റൊരാൾക്ക് വേണ്ടി നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും അങ്ങനെ മാറ്റിവെക്കേണ്ട കാര്യമുണ്ടോ മോളെ? നമ്മളുടെ ഇഷ്ടങ്ങളെയും നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ അല്ലേ തിരഞ്ഞെടുക്കേണ്ടത്? പക്ഷെ മഹി, നീ ഇപ്പോൾ ഒരു ഡാൻസർ ആവാൻ കാരണം അവൻ തന്നെയാണ്. നിനക്ക് കുഞ്ഞുനാൾ മുതലേ ഡാൻസിലുള്ള ഇഷ്ടം അവൻ മനസ്സിലാക്കിയത് കൊണ്ട് അവൻ്റെ അച്ഛനെ കൊണ്ട് നിൻ്റെ അമ്മയോട് നിന്നെ ഡാൻസ് പഠിപ്പിക്കാൻ പറഞ്ഞത്. അങ്ങനെയാ നീ ലൈഫിൽ അച്ചീവ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നേടിയത്. അതിനൊക്കെ പിന്നിൽ നീ അറിയാതെ തന്നെ മഹി പ്രവർത്തിച്ചിട്ടുണ്ട് മോളെ. അത്രയ്ക്ക് ഇഷ്ടമാണ് അവന് നിന്നെ. മഹിക്ക് നിന്നെപ്പറ്റി എല്ലാം അറിയാം. നിനക്കിഷ്ടമുള്ള ഫുഡ്, കളറ്, നിൻ്റെ മറ്റാഗ്രഹങ്ങൾ, നിൻ്റെ ഫേവറേറ്റ് പ്ലേസ്. ആദ്യത്തിന് ഇതിൽ എത്രണ്ണം അറിയാം? പറ. നിങ്ങൾ 2 വർഷം റിലേഷനിലായിരുന്നില്ലേ? അവൻ നിൻ്റെ കാര്യത്തിൽ തോറ്റുപോയത് 3 തവണ മാത്രമേ ഉള്ളൂ. നിൻ്റെ കസിനും നിൻ്റെ ചേട്ടനും ചേർന്ന് നിന്നെ പിച്ചി ചീന്തിയില്ലേ? അപ്പോഴും പിന്നതേ ഇപ്പോഴും. കണ്ണട ചിരിട്ടാക്കാൻ സാധിക്കുമോ നമുക്ക്? ഇല്ല. നീ അപ്പോൾ ആലോചിക്കും, ചേച്ചി എന്തിനാ മഹിയേട്ടൻ്റെ സൈഡ് പറയാൻ വന്നതാണോ എന്നോടെന്ന്. ഞാൻ അവൻ്റെ സൈഡ് പറയാനൊന്നും വന്നതല്ല. പക്ഷേ എനിക്ക് അവൻ്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കുന്നില്ല. 2 ആഴ്ചയായിട്ട് അവൻ നേരെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നും. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞങ്ങളുടെ മഹി. നീ ഒന്ന് ആലോചിക്കും മോളെ. അവനൊരവസരം കൂടെ കൊടുത്തുകൂടെ? കഴിഞ്ഞതെല്ലാം മറന്ന് അവനോടൊപ്പം പുതിയൊരു ജീവിതം നിനക്ക് സ്റ്റാർട്ട് ചെയ്തൂടെ? നിന്നെക്കൊണ്ട് പറ്റും. സോ ചേച്ചി പറഞ്ഞു വരുന്നത് ഇതെല്ലാം വിധി കൊണ്ടാണെന്നാണോ? ഈസ് ഇറ്റ് എ ഫെയ്റ്റ്? അതെ, ഇറ്റ് ഈസ് എ ഫെയ്റ്റ്. ഇതാണ് നിൻ്റെ വിധി. നീ അവനോട് ക്ഷമിക്കുക, അവനെ അംഗീകരിക്കുക. ഇതെൻ്റെ റിക്വസ്റ്റാണ്. നിങ്ങൾ 2 പേരും ഇങ്ങനെ പരസ്പരം മിണ്ടാതെ ഒരു വീട്ടിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടി കാണുന്നത് കഴിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാനാ എനിക്കും നിൻ്റെ ശോഭാമ്മയ്ക്കും രവിയച്ഛനും അമ്പിളിയമ്മയ്ക്കും റാം ചേട്ടനും എല്ലാവർക്കും ഇഷ്ടം. ഇതെന്താ മഹി ഇത്? താഴെ എന്താ? വാ, നമുക്ക് നോക്കിയിട്ട് വരാം. നിനക്കെന്താടാ കണ്ണ് കാണൂലേ? എവിടെ നോക്കിയാ നീ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? എന്താ ശോഭ എൻ്റെ പ്രശ്നം? ഇത് നോക്ക് ഗായി മോളെ, ഇവ കാണിച്ചു വെച്ചേക്കുന്നത് കണ്ടോ? ഏതൊരു ഗ്ലാസ്സിൽ കൊണ്ട് കൈ കുത്തി കേട്ടിട്ട് വന്നേക്കുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നിന്നപ്പോഴാണ് ഇവൻ കയ്യിൽ ചോര ഒലിപ്പിച്ചുകൊണ്ട് വരുന്ന കണ്ടത്. വലിയ കുഴപ്പമൊന്നുമില്ല, ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. എന്തുവാ കുഞ്ഞേ ഇത്? ശരി, നീ റൂമിൽ പോയി റെസ്റ്റ് എടുക്ക്. എനിക്കകത്തേക്ക് വരാമോ? വാ. ഈ കൈക്ക് എന്താ പറ്റിയേ? അതെന്തിനാ നീ അറിയുന്നത്? നിനക്ക് ഞാൻ ആരും അല്ലല്ലോ. എന്നാര് പറഞ്ഞു? നീയല്ലേ 2 ആഴ്ച മുന്നേ പറഞ്ഞേ ഞാൻ നിനക്ക് ആരുമല്ല, നിനക്ക് എന്നോട് അറപ്പാണ് വെറുപ്പാണ് എന്നൊക്കെ. ഞാനങ്ങനെ പലതും പറയും, എനിക്ക് തോന്നുന്നത് പറയും. എന്ന് പറഞ്ഞു? ഭദ്ര, നിന്നോട് വഴക്കിടാൻ എനിക്ക് താല്പര്യമില്ല. പ്ലീസ്, എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം. അങ്ങനെ ഇപ്പം റെസ്റ്റ് എടുക്കണ്ട. പറ മനുഷ്യ, കൈക്ക് എന്താ പറ്റിയേ? കൈ കോളേജ് ലൈബ്രറിയിലെ ഗ്ലാസ്സിൽ കൊണ്ട് മുറിഞ്ഞതാ. കൊണ്ട് മുറിഞ്ഞതോ അതോ മുറിയിച്ചതോ? കുഞ്ഞു, എനിക്കറിയാം ഇങ്ങനെ തന്നെ ചെയ്യൂന്ന്. എന്തിനാ ദേവേട്ടാ ഇത്രയും വേദനിപ്പിച്ച് പോരെ എന്നെ? ഇനിയും വേദനിപ്പിക്കണോ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് എന്നെയും കെട്ടി എൻ്റെ 5 പിള്ളേർ തന്തയായിട്ട് നടന്നോണം കേട്ടോ കടുവേ. എന്താ നീ പറഞ്ഞേ? എന്തേ മലയാളം കേട്ടാൽ മനസ്സിലാവില്ലേ? എന്നെ കെട്ടി എൻ്റെ 5 പിള്ളേരുടെ തന്തയായിട്ട് നടന്നോണോന്ന്. 5? എന്തേ കൂടി പോയോ? അത് നേരെ കുറഞ്ഞു പോയില്ലേ? എനിക്കൊരു 12 പിള്ളേർ വേണമെന്നാ. ദേവി, പുലിമടയിലെ കാണാനോ നീ ആട്ടിൻകുഞ്ഞിനെ പറഞ്ഞു വിട്ടത്? ആ 10ഉം 12ഒക്കെ പിന്നെ ഉണ്ടാക്കാം. മോനിപ്പോൾ റെസ്റ്റ് എടുക്ക്, ഞാൻ പോവാ. എവിടെ വാടി ഇവിടെ കുഞ്ഞു. സോറി ഡി. ഓക്കെ. അപ്പൊ നീ എന്നോട് ക്ഷമിച്ചോ? ക്ഷമിച്ചിട്ടൊന്നുമില്ല. പ്ലീസ് മോളെ. കുഴപ്പമില്ല, മര്യാദക്കൊക്കെ നടന്നാ നിങ്ങൾക്ക് കൊള്ളാം. ആയിക്കോട്ടെ തമ്പ്രാട്ടി, ഉത്തരവ് പോലെ.